നീ എന്റെ അച്ഛന്റെ ദേഹത്ത് കൈവയ്ക്കല്ലടാ. അച്ഛൻ ക്ഷമിക്കണം. ചന്ദ്രഗിരിയിൽ മാധവൻ എന്ന എന്റെ അച്ഛൻ ഒരു വ്യക്തിയല്ല, ആദർശമാണ്. നേരും നിറയുമുള്ള ആർക്കും ആരാധന തോന്നിപ്പോകുന്ന ആദർശം. ആ വിഗ്രഹത്തിന് നേർക്കുള്ള പക പൊന്നിൽ ചാലിച്ച് നാക്കിലുരച്ച അബദ്ധം ഇനി ഒരൊറ്റ തവണ കൂടി ആവർത്തിച്ചാൽ ചെതറിച്ച് കളയും ഞാൻ ഈ തല. ബ്രദർ, പറഞ്ഞ് മനസ്സിലാക്കണം അനിയനെ. ടെമ്പർ അധികം കാണിക്കരുതെന്ന്. കാണിച്ചാൽ ചുവന്ന പട്ട് പുതച്ച് കുളിപ്പിച്ച് കിടത്തും തെക്ക് വടക്കായി ഒരു നാളികേര മുറിയുടെ നെയ്ത്തിരി നാളത്തിൽ. പറയുന്നത് ഈ അച്ഛന് വേണ്ടി ഈ മകനാവുമ്പോ അത് ചെയ്തിരിക്കുമെന്നൊരു ഉറപ്പ് കൂടിയുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു നിന്നെ. മാധവന്റെ ക്ഷാത്രവീര്യത്തിന്റെ അതേ ജനിതക ബലമുണ്ട് നിന്റെ യൗവനത്തിന്. പക്ഷെ നിന്റെ ഈ ശക്തി ഉണ്ടല്ലോ, ഈ മസിൽ, ഇത് പോരാതെ വരുമോനെ ഇപ്പുറത്തെ എതിരാളികൾ ഞങ്ങളാവുമ്പോൾ. അത് വഴിയെ മനസ്സിലായിക്കോളും നിനക്ക്, നിന്റെ തന്തയ്ക്കും. മനസ്സിലാവില്ല. എനിക്കല്ല, നിനക്ക്. അതിനുള്ള ബുദ്ധി നിനക്ക് തന്നിട്ടില്ല ഈശ്വരൻ. ബ്രദർ, മോഹങ്ങളാകാം, വ്യാമോഹങ്ങളാകരുത്. വാശികളാകാം, പിടിവാശികളാകരുത്. നീ സ്വരുക്കൂട്ടി വെച്ച ആയുധങ്ങളൊക്കെ തികയാതെ വരും ചന്ദ്രഗിരിയിൽ മാധവൻ എന്ന എന്റെ അച്ഛനെ തോൽപ്പിക്കാൻ. പറഞ്ഞതൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഞങ്ങൾ യൂത്തിന് അത് താല്പര്യമില്ല. ഗ്രഹണമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, സർവനാശത്തിന്റെ ഗ്രഹണം. അച്ചു, ദാ നാളെ രാത്രി 9:30 മണിക്ക് ഫ്ലൈറ്റ്. അച്ഛാ, ഞാനിപ്പോ പോണോ? അതെന്താ? എന്താ കാര്യം? അച്ചുവിന്റെ നാവിന്നാണ് കേട്ടിട്ടുണ്ടോ? ഇനിയും ഷാരടിയോടല്ല, ഇവനോടാ ചോദിച്ചത്. അല്ല, ഒന്നാമത് അവിടെ ക്ലാസ് ഒക്കെ മിക്കവാറും കഴിഞ്ഞു. ഇനി സ്റ്റഡി ലീവിന്റെ സമയ. രണ്ടാമത് പറയൂ, രണ്ടാമത്തെ കാരണം. അച്ഛൻ ഇങ്ങനൊരു പ്രശ്നത്തിന് നടുവിൽ നിൽക്കുമ്പോ എന്റെ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്യും, നീ അതിൽ ഇടപെടണ്ട. അച്ഛനൊരു പ്രശ്നം വരുമ്പോ സഹായിക്കേണ്ടത് മകന്റെ കടമയല്ലേ? വർഷം 2 പഠിക്കാൻ വേണ്ടി ഇവൻ ചന്ദ്രഗിരി വിട്ടിട്ട്. ഇക്കാലത്തിനിടയ്ക്ക് ചെറുതും വലുതുമായ എത്രയെത്ര വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ടു, പരിഹരിച്ചു. ഒന്നിലും തേടിയില്ലല്ലോ ഇതുവരെ മാധവൻ മകന്റെ സഹായം. അച്ഛാ, ഇത് അതുപോലെ അല്ല. ഈ അന്നപൂർണ ഗ്രൂപ്പ് അച്ഛൻ കരുതുന്ന പോലെ അല്ല അവര്. അവർ ആരാണെന്നും എന്താണെന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. പറഞ്ഞതനുസരിക്കുക ആദ്യം. മാധവനെ ധിക്കരിക്കാനും തിരുത്താനും വളർന്നിട്ടില്ല നീ അടക്കം ആരും. മനസ്സിലായോ? ഒരു മകന്റെ മനസ്സ് അച്ഛന് മനസ്സിലാവും. കാരണം മകനായി ജീവിച്ചതിന് ശേഷമാണ് ഒരാൾ അച്ഛനാകുന്നത്. പക്ഷെ ഒരു അച്ഛന്റെ മനസ്സ് അത് മനസ്സിലാവില്ല ഒരു മകനും. മനസ്സിലാവണമെങ്കിൽ മകൻ വളർന്നൊരു അച്ഛനായി തീരണം. എന്നെ കുറിച്ചൊരു വേവലാതിയും വേണ്ട. എനിക്കൊരു ആപത്തും വരില്ല. ഓക്കേ. നിർബന്ധിക്കണ്ടായിരുന്നു. അച്ഛന് വിഷമമായി കാണും. ആ വിഷമം തീർക്കാനായിരിക്കും തോക്കം കൊടുത്ത് അവനെയും കൂട്ടി അന്നപൂർണയുടെ ഗോഡൌണിലേക്ക് വന്നത്. അത് SP ചന്ദ്രശേഖരൻ അയാൾ കൊടുത്തെങ്കിൽ അത് നീ വാങ്ങി സൂക്ഷിക്കണമായിരുന്നു. ക്ഷമിക്കണം ജമാലെ. അറിയാലോ, ഒരിക്കൽ കൈകൊണ്ട് തൊട്ടാ താഴെ വെക്കാൻ സമ്മതിക്കാതെ ജീവിതകാലം മുഴുവൻ കൂടെ കൂടുന്ന ശാപമാണ് ആയുധം. അച്ചുവിൽ നിന്ന് ഞാൻ അതല്ല പ്രതീക്ഷിക്കുന്നത്. ഇനി അത് ആവർത്തിക്കില്ല. ആവർത്തിക്കരുത്. ഇനി എന്നെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കാൻ ഇടവരുത്തരുത്. പോവാൻ തീരുമാനിച്ചുല്ലേ? പിന്നെ പോകാതെ. നീയും കേട്ടതല്ലേ ശാസന.
ഒരച്ഛൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ അച്ഛനാകുകയൊന്നും വേണ്ട, നല്ലൊരു മകനായാലും മതി. പിന്നെ ഞാനത് പറയാതിരുന്നത് വെറുതെ അച്ഛൻ്റെ ശുണ്ഠി കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അച്ചു, പോയാലും വെളിപ്പുറത്ത് തന്നെ ഉണ്ടാവും. ചന്ദ്രഗിരിയിൽ അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം പറന്നെത്തും ഞാൻ. അയ്യോ, വിളക്ക് കിട്ടൂലോ. അതിൽ എണ്ണ തീർന്നിട്ടുണ്ടാവും. ഏയ്, എണ്ണ നിറയുണ്ടല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമില്ലാന്ന് തോന്നണു അച്ചോട്ടൻ പോണത്. ആണോ ആണോ അമ്മേ? അമ്മയ്ക്ക് ഇഷ്ടമല്ലേ ഈ മകൻ പോകുന്നത്? എങ്കിലൊന്നും മാറ്റിയെടുത്തൂടെ അമ്മേ എൻ്റെ അച്ഛൻ്റെ മനസ്സ്. ചന്ദ്രഗിരിയിൽ മാധവൻ എന്ന സിംഹത്തെ മാൻകുട്ടിയാക്കി മാറ്റിയ ആ ജാലവിദ്യ ഒന്നുകൂടി ഒന്ന് പ്രയോഗിച്ചൂടെ? ഇങ്ങനൊരു ചുറ്റുപാടില് അച്ഛനെ തനിച്ചാക്കിയിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല അമ്മേ. അതുകൊണ്ട് അമ്മയ്ക്കൊന്ന് സഹായിച്ചൂടെ ഈ മകനെ? പ്ലീസ്. സർ പ്ലീസ്. ചാർജ് എടുത്ത ഉടനെ തീരുമാനിക്കായിരുന്നു സ്റ്റേഷൻ വിസിറ്റിന്റെ കാര്യം. സബോർഡിനേറ്റ് സുപ്പീരിയർ ഓഫീസേഴ്സിന്റെ അടുത്തേക്ക്. ഇറ്റ്സ് നോട്ട് ഫെയർ. ഓഫീസർമാർ താഴേക്ക് ഇറങ്ങി വരണം, എന്നാലേ ജനകീയ പോലീസ് ആകൂ. എനിക്കതാ ഇഷ്ടം. സർ, അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത സ്റ്റേഷനാണ് സാർ. എന്നിട്ടാണോ സ്ഥലം എസ് പി മജിസ്ട്രേറ്റിന് മുന്നിലിട്ട് പട്ടാപ്പകലൊരുത്തൻ ഷൂട്ട് ചെയ്ത് കൊന്നത്? എന്താ ഇൻസ്പെക്ടർ, ഈ സ്റ്റേഷൻ അതിർത്തി തന്നെയല്ലേ ആ കറൻസി കേസും രജിസ്റ്റർ ചെയ്തത്? അതെ സർ. ആ, ഇനി ഇതുപോലൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല. സർ. എന്റെ ടെറിട്ടറിയും. സർ. വർഗീസ്, സർ. സെക്യൂരിറ്റി ഗാർഡ്സ് അടക്കം ഡ്രൈവേഴ്സ് അടക്കം സകലരെയും വിളിക്കണം. സർ. ഒഫീഷ്യലി ഐ എം വെരി സ്ട്രിക്റ്റ്. ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയെ അനുവദിക്കില്ല. ഫോഴ്സിന്റെ അന്തസ്സിന് ചേരാത്ത എന്തെങ്കിലും ഒരു നടപടി ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായെന്നറിഞ്ഞാൽ പിന്നെ വെച്ച് പൊറപ്പിക്കില്ല ഒരു സെക്കൻഡ് പോലും. എസ് പി ചന്ദ്രശേഖരന്റെ കൊലപാതകം, ആംബുലൻസ് കറൻസി കേസ് വളരെ വളരെ വലുതാണ് നമ്മുടെ ഉത്തരവാദിത്വം. സോ വി ഹാവ് ടു അൺഎർത്ത് ദ മിസ്റ്ററി അറൗണ്ട് ബോത്ത് ദീസ് കേസസ് അറ്റ് എനി കോസ്റ്റ്. സർ.